ഇതാണ് ചിരട്ടമാല. അപ്പോൾ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. 5 മിനിറ്റ് മതി. മാത്രമല്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 2 മുട്ട എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഏലക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുക. ഏലക്ക ചതച്ചതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഏലക്ക പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പഞ്ചസാര ഉണ്ടല്ലോ, ഈ പഞ്ചസാര നന്നായിട്ട് അലിയണം കേട്ടോ. അലിയുന്ന വരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനടിയിൽ പഞ്ചസാര അലിയാണ്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് അലിയുന്ന വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അവിടെ ഏകദേശം നന്നായിട്ട് തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് മൈദയാണ് ഈ 2 മുട്ടയ്ക്ക് ഞാൻ ചേർക്കുന്നത്. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എടുക്കുന്ന മുട്ട ഉണ്ടല്ലോ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ചെറിയ മുട്ടയ്ക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും മൈദ ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും മൈദ ചേർക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ മൈദ ചേർക്കുന്നത് നിർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ 2 മുട്ടയ്ക്ക് ഈ 1/2 കപ്പ് മൈദ കറക്റ്റാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഒരു സ്പൂൺ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഈ ചിരട്ടയിൽ ഒഴിക്കുന്ന സമയത്ത് ആ ഹോളിലൂടെ നല്ല സ്മൂത്തായിട്ട് വരണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മൈദ ചേർക്കുക കേട്ടോ. ഇനി നമ്മുടെ മെയിൻ സാധനമാണ് നമ്മുടെ ചിരട്ട. അപ്പോൾ ചിരട്ട നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ഒറ്റ ഹോള് മതി കേട്ടോ. എന്നിട്ട് ഈ ഹോളിൽ നമ്മുടെ ഒരു വിരൽ വെച്ചിട്ട് ഈ ഹോളൊന്ന് അടച്ച് പിടിക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മാവുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക്, അതായത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒഴിക്കാൻ. എണ്ണയിലേക്ക് നമ്മുടെ ഈ വിരൽ മാറ്റി കൊടുത്താൽ അതൊന്ന് ഇങ്ങനെ താഴോട്ട് ഒഴുകി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ റൗണ്ടൊക്കെ പൊട്ടി പോകാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റൊക്കെ മതി. അത്രയും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേഗമാവും നമുക്ക്. അപ്പോൾ ഒരു 2 മിനിറ്റോളം, ഏകദേശം 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതൊരു ബ്രൗൺ കളറായിട്ട് വരും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പിയായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ചൂടോടെ കഴിക്കുക, നല്ല ക്രിസ്പിയായിട്ട്. നിങ്ങൾക്ക് നല്ല ക്രിസ്പിയായിട്ട് കുറച്ച് കൂടുതൽ നേരം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈമും കൂടെ വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. ഇത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും സോഫ്റ്റ് ആവും. പക്ഷേ സോഫ്റ്റായിട്ട് കഴിക്കാനാണെങ്കിലും ക്രിസ്പി ആയിട്ട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ 2-3 ദിവസമൊക്കെ ഒരു ബോട്ടിലിട്ട് അടച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ചിരട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഈ കളറാകുമ്പോൾ നമുക്കിതിനെ കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിരട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വെക്കേഷനല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ വെക്കേഷന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കും വെക്കേഷൻ ടൈമിലൊക്കെ അധികം കിട്ടിയിരുന്നൊരു സ്നാക്കാണിത്. കാരണം എന്താ വെച്ചാൽ വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിരട്ടമാലയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല കറുമുറാന്നിരിക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.